മാൽദീവ്സിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇവർ കഴിക്കുന്ന റോഷി എന്ന് പറയും കേട്ടോ. ഇത് നമ്മളുടെ നാട്ടിലെ മൈദയും കൊണ്ടുണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നാണ് മൈദയൊക്കെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ അതിനകത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നവർ കുറച്ച് ചൂടുവെള്ളവും എണ്ണയും ഉപ്പും ഇട്ട് കുഴച്ചിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് വെക്കും. എന്നിട്ട് നല്ല നൈസായിട്ട് ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കും കേട്ടോ. ചിലർ എണ്ണ തൂക്കും, ചില എണ്ണ തൂക്കത്തില്ല. ഭയങ്കര ടേസ്റ്റൊക്കെയാണ് ഈ സാധനം കഴിക്കാൻ. ഭയങ്കര തിന്നായതുകൊണ്ട് അതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളായാലും കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോഷി, പക്ഷെ എപ്പോഴും കഴിക്കത്തില്ല ബിക്കോസ് മൈദ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയും കുറച്ചെടുത്തു, സാധാ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ എന്താണ്ട് കുറേ പച്ച ഇലകളൊക്കെ പറിച്ചിട്ട് പുതിനയും കുറച്ച് ലെമൺ ഗ്രാസും നാരങ്ങയും ഹണിയൊക്കെ കൂടി ഒഴിച്ചിട്ട് ഒരു ലെമൺ ടീ ഉണ്ടാക്കി. പിന്നെ ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് റോഷി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കാൻ നേരത്തെ ഞാൻ അങ്ങനെ വെച്ചത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മളുടെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചൊരു പൊറോട്ട മണത്തിൽ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ് ഈ റോഷി എന്ന് പറയുന്നത്. ഇവർ റോഷിക്ക് പല ടൈപ്പ്, നമ്മളുടെ ചമ്മന്തിയില്ലേ അതിൽ മീനിട്ടിട്ട് ടിൻ ട്യൂണയുടെ മീനെടുത്തിട്ട് കുഴച്ച് നന്നായിട്ടുണ്ടാക്കും കേട്ടോ. പല ടൈപ്പ് കറികൾ ഈ റോഷിക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കും. ചമ്മന്തിയായിട്ടും കറികളായിട്ടും മീൻ, മുട്ടക്കറി, ഇറച്ചിക്കറി, അങ്ങനെ പല രീതിയിൽ. നമ്മളുടെ നാട്ടിലെ കറികളല്ല, വേറെ ടൈപ്പാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചതുകൊണ്ട് ഞാൻ നമ്മളുടെ കറിയും റോഷിയും കൂട്ടി കഴിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ്.